സ്റ്റഡി വെല്ലിൻ്റെ ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം 2024 അധ്യയന വർഷത്തിൽ നമ്മുടെ സിലബസ് എല്ലാം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ പുതുക്കിയ പാഠപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും ഒപ്പം പാരൻസിന് പഠിപ്പിക്കാനും കഴിയുന്ന രീതിയിലാണ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോഴേ നമുക്ക് ആ കണ്ടൻറ്റ് നമ്മളെ കുട്ടികളിലേക്കും തറവാവുള്ളൂ. അപ്പം ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പാരൻസ് ആയാലും കുട്ടികളായാലും അവരുടെ പേര് കമൻറ്റിൽ ഒരു അറ്റൻഡൻസ് പോലെ രേഖപ്പെടുത്തേണ്ടതാണ്. 2024 അധ്യയന വർഷം. അപ്പോൾ നമുക്കറിയാം ഈ പ്രാവശ്യം നമ്മളെ ടെക്സ്റ്റ് ബുക്ക് 1ലെയും 3ലെയും 5ലെയും 7, 9 അങ്ങനെ ടെക്സ്റ്റ് ബുക്കുകൾ പുതുക്കിയിട്ടുണ്ടല്ലേ. അപ്പം പുതുക്കിയ ടെക്സ്റ്റ് ബുക്കിൽ അന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. 5ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസ് അല്ലേ. സോഷ്യൽ സയൻസിൽ 2ാമത്തെ ചാപ്റ്ററാണ് ഭക്ഷണവും മനുഷ്യനും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ചാപ്റ്ററിനെ പറ്റി നോക്കാം, ഭക്ഷണവും മനുഷ്യനും. അപ്പോൾ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള 2 വേർഡ്സാണല്ലേ ഭക്ഷണവും മനുഷ്യനും. ഈ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം അഥവാ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് എന്ത്, ഭക്ഷണം എന്ന് പറയുന്നത്. വായു, ജലം, പാർപ്പിടം, വസ്ത്രം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ടെങ്കിലും മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് എന്ത്, ഭക്ഷണം എന്ന് പറയുന്നതും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇന്ന് കഴിക്കുന്ന ആ ഭക്ഷണ രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഭക്ഷണ സംസ്കാരത്തിലേക്ക് എത്തിയെന്നതിനൊരു ചരിത്രം തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലൂടെ ആ ചരിത്രം പഠിക്കാം. എന്നാൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടന്നാലോ. പാഠഭാഗത്തിൻ്റെ പേര് ഭക്ഷണവും മനുഷ്യനും അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡയറി കുറിപ്പാണല്ലേ കാണുന്നത്. ഒരു ഡയറി കുറിപ്പ്. ആരുടേതാണ് ഈ ഡയറി കുറിപ്പ്? അതെ, സിബി എന്നൊരു നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അതേ പ്രായത്തിലുള്ളൊരു മോനാണ് അല്ലേ സിബി. അപ്പോൾ സിബിയുടെ ഡയറി കുറിപ്പാണിത് അല്ലേ. എന്നാണ് ഈ ഡയറി കുറിപ്പ് എഴുതിയിരിക്കുന്നത് നോക്കിയേ. മോള് കണ്ടില്ലേ ഡയറി കുറിപ്പിൻ്റെ തീയതി? എന്നാണ് ഈ ഡയറി കുറിപ്പ് എഴുതിയിരിക്കുന്നത്? ഒക്ടോബർ 16 ആണല്ലേ. ഒക്ടോബർ 16 എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ മക്കളെ? അതെ, അന്നാണ് നമ്മുടെ ലോക ഭക്ഷ്യദിനം അല്ലേ. ലോക ഭക്ഷ്യദിനത്തിൻ്റെ അന്നാണ് സിബി എന്ത് ചെയ്യുന്നത്, ഈ ഡയറി എഴുതിയത്. അപ്പോൾ നമുക്ക് നോക്കാം സിബിയുടെ ഡയറിയിൽ എന്തൊക്കെ ഉണ്ടെന്ന്. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേളയുണ്ടായിരുന്നു. അതെ അല്ലേ, നമുക്കറിയാം ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം അല്ലേ. അതിനോടനുബന്ധിച്ച് സിബീൻ്റെ സ്കൂളിൽ എന്തുണ്ടെന്ന്, ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. അപ്പോൾ സിബി എഴുതുക എന്ത് രസമായിരുന്നെന്നോ. അപ്പോൾ സിബിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. അല്ലെങ്കിലും നമ്മളെ സ്കൂളൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ നല്ല രസമല്ലേ അല്ലേ, കൂട്ടുകാരും എല്ലാവരുമായിട്ട്. അപ്പോൾ സിബി എഴുതിയതാ എന്ത് രസമായിരുന്നെന്നോ. ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഈ പരിപാടി നടക്കുന്നതിനനുബന്ധിച്ച് ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മുന്നേ തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, എല്ലാവരോടും ഓരോരോ വിഭവങ്ങൾ നിർമ്മിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ അത് പ്രകാരം എല്ലാവരും വ്യത്യസ്ത വിഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാളുകൾ കണ്ടു നടന്നു. അപ്പോൾ സിബിയും സിബിൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടി ഓരോ സ്റ്റാൾ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു അല്ലേ. എന്തെല്ലാം വിഭവങ്ങൾ. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ സിബി പറയുകയല്ലേ എന്തെല്ലാം വിഭവങ്ങളായിരുന്നോ. കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ. എന്തൊക്കെയാണ്? കപ്പയുണ്ടായിരുന്നു, ചക്കയുണ്ട്, ചെറുധാന്യങ്ങളുണ്ട്, കിഴങ്ങുകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടായിരുന്നില്ലേ അവിടെ. ഇതൊന്നും കൂടാതെ പിന്നെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്. ആഹാ എന്തൊക്കെ അല്ലേ. പായസമുണ്ട്, ലഡു ഉണ്ട്, ഹൽവയുണ്ട്, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, അങ്ങനെ ഒട്ടനവധി സാധനങ്ങളുണ്ട് അല്ലേ. അങ്ങനെ എന്തുമാത്രം വിഭവങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ എഴുതുക സിബി, ഇതൊക്കെ ആലോചിച്ചെടുത്തിട്ട് സിബി എഴുതുക അല്ലേ. അങ്ങനെ എന്തുമാത്രം വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ട് എൻ്റെ നാവിൽ വെള്ളം നിറഞ്ഞിരുന്നു. അപ്പോൾ സിബി എന്താ പറയുന്നത്, ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ നാവിൽ വെള്ളം നിറഞ്ഞിരുന്നു അല്ലേ. കാരണം അത്രയേറെ സിബിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ മിഠായിയും ഉപ്പിലിട്ടതൊക്കെ. അത്രയേറെ വിഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ എന്താ ചെയ്യുന്നത്, അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി അല്ലേ. അപ്പോഴേക്കും എന്തായി, ക്ലാസ് ടീച്ചർ ഞങ്ങളുടെ അടുത്തേക്കും വന്നിട്ടുണ്ട് അല്ലേ. ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസവും ഒക്കെ വാങ്ങിത്തന്നു.
നിങ്ങളുടെ ടീച്ചേഴ്സും അങ്ങനെ ആയിരിക്കില്ലേ, പരിപാടിയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് വാങ്ങിത്തരില്ലേ? അതുപോലെ എന്ത് ചെയ്തു, സിബിക്കും കൂട്ടുകാർക്കും ടീച്ചർ എന്ത് ചെയ്തു, മിഠായികളും പായസവും ഒക്കെ വാങ്ങിക്കൊടുത്തു അല്ലേ. അപ്പോൾ സിബി എന്ത് രുചിയായിരുന്നു, സിബിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ. സിബിയുടെ നാവിൽ ഇപ്പോഴും അതിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് സിബി അങ്ങനെ എഴുതിയത്. എന്ത് രുചിയായിരുന്നെന്നോ. ഇപ്പോഴും അവയുടെ രുചി നാവിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അതെ, ഇപ്പോഴും ആ തിന്നതിൻ്റെ ഒക്കെ രസം നാവിൽ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ഇനി അടുത്തത് എന്താ നോക്കുക. സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറിക്കുറിപ്പ് വായിച്ചില്ലേ നമ്മളിപ്പം സിബിയുടെ ഡയറിക്കുറിപ്പ്. എന്തൊക്കെ വിഭവങ്ങളെക്കുറിച്ചാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്? നമുക്കറിയാലോ എന്തൊക്കെ വിഭവങ്ങളെക്കുറിച്ചാണ് ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. പായസം ഉണ്ട് അല്ലേ, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട് അല്ലേ. അപ്പം അതാണ് നമ്മൾ ഇവിടെ ഈ പോയിന്റിലുള്ളതിൽ എഴുതേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് നോക്കിയേ. ഇവ കൂടാതെ മറ്റെന്തെല്ലാം ഭക്ഷ്യവിഭവങ്ങളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത്? അപ്പം ഇതൊന്നും അല്ലാതെ നിങ്ങൾ എന്തൊക്കെ ഭക്ഷ്യവിഭവങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് അവയുടെ ഒരു പട്ടിക തയ്യാറാക്കുക. അതെ, നമുക്കിവിടെ ഇപ്പം എന്താ ചെയ്യേണ്ടത്, ഒരു പട്ടിക തയ്യാറാക്കാൻ. എന്തിൻ്റെ പട്ടികയാണ്? ഈ മുകളിൽ കൊടുത്ത ആഹാര വിഭവങ്ങളല്ലാതെ നിങ്ങൾ കഴിച്ചിട്ടുള്ള ആഹാരങ്ങളുടെ പേരുകൾ എഴുതാൻ. അപ്പം എന്തൊക്കെ ഉണ്ടല്ലേ, ഊണ് കഴിച്ചിട്ടുണ്ട്, ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണല്ലേ മന്തി, അൽഫാം, അതൊക്കെ, പൊറാട്ട, ബീഫ്, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ ഇത് എഴുതി, ഈ സാധനം എഴുതി കഴിഞ്ഞിട്ട് താഴത്ത് ഞാൻ കഴിച്ച ഭക്ഷ്യവിഭവങ്ങൾ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ സാധനങ്ങളുടെയൊക്കെ ഒന്ന് പേര് പട്ടികപ്പെടുത്തുക. ഓക്കെ, എങ്കിൽ അടുത്തത് നോക്കിയേ മക്കളെ. നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട് അല്ലേ. എന്താണ് അതാണ് നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ തന്നെ പോകുന്നത്. നമ്മുടെ ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വലിയൊരു ചരിത്രമുണ്ട്. അത് ഇന്ന് കാണുന്ന ആ ഭക്ഷണ രീതിയിലേക്ക് എത്തിയത് വലിയൊരു ചരിത്രം തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ചരിത്രം അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? അപ്പം ടീച്ചറെ പോലെ തന്നെ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് ആ ചരിത്രം എങ്ങനെയാണെന്ന് പഠിക്കാം അല്ലേ. വലിയ രസമായിരിക്കും അല്ലേ. നമുക്ക് എന്താ പറയുക, നമ്മൾ ഇന്ന് കഴിക്കുന്ന ആ ഭക്ഷണ രീതിയിലേക്ക് എങ്ങനെയൊക്കെ എത്തി, നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ. നമുക്കത് നോക്കാം എങ്ങനെ എത്തി. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, ആദ്യത്തെ ഒരു ഹെഡിങ് കണ്ടോ മക്കളെ, ഭക്ഷണ സമ്പാദനം. എന്താണ് ഭക്ഷണ സമ്പാദനം? മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ഭക്ഷണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, മനുഷ്യന് ജീവിക്കാൻ ഒട്ടനവധി ഘടകങ്ങൾ വേണം. പാർപ്പിടം, വെള്ളം, വായു, വസ്ത്രം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ വേണം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്, ഭക്ഷണം. ഭക്ഷണം ഇല്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല. ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല അല്ലേ. അപ്പം എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമാണോ? അല്ല, നമ്മൾ സയൻസിലൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, ഒറ്റയല്ല ഒരു ജീവിയും. അപ്പം നമുക്കറിയാം എല്ലാ ജീവിക്കും ഒരു ഭക്ഷണമാണ്. ഭക്ഷണം ആവശ്യമില്ലാതെ ഭക്ഷണം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ആദ്യകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. ഈ ജീവികളുടെ ഭക്ഷണം എന്തൊക്കെയാണ്? ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നൊക്കെയായിരുന്നു. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു അല്ലേ. അപ്പം അതും നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചു, ഒരു ജീവി മറ്റു ജീവിനെ കൊന്നിട്ട് ഭക്ഷണമായി കഴിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ ജീവിയുടെ കാര്യമായിരുന്നു നമ്മൾ അവിടെ പഠിച്ചത് അല്ലേ. മനുഷ്യരും ആദ്യകാലം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ലേ. എങ്ങനെയായിരുന്നു? മനുഷ്യർ പച്ച ഇറച്ചി കഴിച്ചിട്ടുണ്ടായിരുന്നു മൃഗങ്ങളുടെ. പിന്നെ കിഴങ്ങുകളൊന്നും ഒന്ന് വേവിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പച്ചയ്ക്ക് എന്ത് കിട്ടുന്നോ അതായിരുന്നു അവർ പച്ചയ്ക്ക് കഴിക്കുക. ഇപ്പം നമ്മൾ ജീവികളൊക്കെ കഴിക്കുന്ന പോലെ അന്ന് ആദിമ മനുഷ്യർ അങ്ങനെയായിരുന്നു, വേവിക്കാതെയൊക്കെ ആയിരുന്നു മൃഗങ്ങളെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി മക്കൾ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ച്, 4 ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. 4ലും ആദിമ മനുഷ്യരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ചിത്രത്തിൽ കൂട്ടമായിട്ട് ആളുകൾ ഒരു മാനിനെ വേട്ടയാടുക. എങ്ങനെയാണ് വേട്ടയാടുന്നത്? കൈകൾ കൊണ്ടാണോ? കൈകൾ കൊണ്ടാണ്, പക്ഷെ എന്താ പറയുക, അവരുടെ കയ്യിലൊക്കെ ആയുധങ്ങളുണ്ട് അല്ലേ. ആയുധങ്ങൾ എന്താണ്? കല്ല്, മൂർച്ചയുള്ള വടി, അങ്ങനെ എന്തൊക്കെയോ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് മാനിനെ വേട്ടയാടുക. രണ്ടാമത്തെ ചിത്രം എന്താ? വേട്ടയാടിയ മാനിനെയും കൊണ്ട് ഇവർ കൂട്ടമായിട്ട് എവിടേക്കോ പോവുകയാണ് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ചിത്രമോ ഈ മൂർച്ചയുള്ള വടി ഉപയോഗിച്ചിട്ട് മീനിനെ പിടിക്കുകയാണല്ലേ പുഴകളിൽ നിന്ന്. നാലാമത്തെ ചിത്രം അവരുടെ ഒരു ജീവിതം, അവിടെ ഒരു ഗുഹയിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഒരാൾ മീനിനെ പിടിക്കുന്ന പരിപാടികളിലാണല്ലേ. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാം അല്ലേ. ഇതെല്ലാം ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ്. ഈ മുകളിൽ കൊടുത്ത ചിത്രങ്ങൾ 4 ചിത്രങ്ങൾ കണ്ടില്ലേ.
ആ 4 ചിത്രത്തിൽ നിന്ന് മക്കൾക്ക് എന്താ മനസ്സിലായത്? അതായത് ആധുനിക കാലത്തെ ഭക്ഷണ സമ്പാദനത്തിനെ പറ്റിയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് മക്കൾക്ക് എന്തൊക്കെയാ മനസ്സിലായത്? ആ ചിത്രം കണ്ടിട്ട് ഇതിപ്പം എന്തൊക്കെ ചെയ്തിരുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിത്രങ്ങൾ ഒന്നും കൂടി നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ്? ഭക്ഷണങ്ങൾ ശേഖരിച്ചിരുന്നു. നമുക്ക് മനസ്സിലായില്ലേ ഇതിലൂടെ? ഭക്ഷണങ്ങൾ ശേഖരിച്ചിരുന്നു. എങ്ങനെയാണ് ഭക്ഷണങ്ങൾ ശേഖരിച്ചത്? കൂട്ടമായി വേട്ടയാടിയിരുന്നു അല്ലേ? കൂട്ടമായിട്ട് വേട്ടയാടിയിരുന്നു. അപ്പോൾ അതിൽ രണ്ടാമത്തത് നമുക്ക് എന്ത് കിട്ടി? കൂട്ടമായി വേട്ടയാടിയിരുന്നു. എങ്ങനെയാണ് വേട്ടയാടിയത്? മൂർച്ചയുള്ള കല്ല്, കമ്പ് എന്നിവ ഉപയോഗിച്ചിട്ടല്ലേ? അപ്പോൾ എന്താണ് അടുത്തത്? മൂർച്ചയുള്ള കമ്പ്, കല്ല് എന്നിവ ഉപയോഗിച്ചിരുന്നു. എവിടെയായിരുന്നു ഇവർ താമസം? ഗുഹകളിൽ അല്ലേ? ഗുഹകളിൽ താമസിച്ചിരുന്നു. പിന്നെന്താ? മത്സ്യങ്ങളെ പിടിച്ചിരുന്നു. ഇവയെല്ലാം നമുക്ക് ആ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക? നമ്മളിപ്പോൾ പറഞ്ഞു അവർ വേട്ടയാടും, ഭക്ഷണങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ്? രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? കായ്കനികളും രണ്ടാമത്തത് വേരുകൾ, കിഴങ്ങുകൾ. പിന്നെന്താ? മത്സ്യങ്ങളെ പിടിച്ചിട്ടില്ലേ? അപ്പം എന്ത് ചെയ്താൽ മത്സ്യങ്ങൾ. പിന്നെ എന്ത് ചെയ്താൽ പക്ഷി മൃഗാദികൾ, പക്ഷികളെയും മൃഗങ്ങളെയും കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ പക്ഷി മൃഗാദികൾ എന്ന് എഴുതാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് എന്ത് ചെയ്യണം? തീയും ഭക്ഷണവും എന്ന ഭാഗം തുടങ്ങണം. ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് പോവാം. അപ്പം ബാക്കി ക്ലാസ് അടുത്ത ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നന്ദി.